ഹലോ, അത്തം തുടങ്ങി ഇന്ന് 4-ാം ദിവസമായല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എല്ലാ ദിവസവും പൂവിടുന്നതൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് എനിക്കെന്തോ വീഡിയോ എടുക്കാൻ തോന്നി. ഇന്ന് ചേച്ചിയും അനിയത്തിയും ഉണ്ടായിരുന്നു പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നാണ് പൂവൊക്കെ അരിഞ്ഞത്. ഇത്രയും ദിവസം നന്ദ ഉണ്ടാവാറില്ല. നന്ദയ്ക്ക് രാവിലെ ആയിരുന്നു എക്സാം. 4-ാം ക്ലാസ്സുകാർക്കൊക്കെ ഇന്ന് അറബി എക്സാം ആയതുകൊണ്ടാണ് നന്ദയ്ക്ക് ഇന്ന് ലീവായത്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ പോയാലും മതിയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഇന്നലെ രാത്രി തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പൂവരിയാൻ വേണ്ടിയിരുന്നു. ആദ്യത്തെ 2 ദിവസം നാടൻ പൂക്കളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ വരുന്ന സമയത്ത് പൂക്കൾ വേണമെന്ന് പറഞ്ഞ് ഇവർ വാശി പിടിച്ച് വാങ്ങിപ്പിച്ചായിരുന്നു. അതുതന്നെ ഇനിയും കുറച്ചുകൂടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ചെറിയൊരു പൂക്കളാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കൾ മതിയായിരുന്നു. എന്നാൽ ഇവർ ഒരുപാട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഡിസൈനൊക്കെ പിന്നെ ഇവർ ആദ്യമേ കണ്ട് വെച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും വലിയ അഭിപ്രായം പറയാൻ ഞാനായിട്ട് പോയതുമില്ല. കഴിഞ്ഞ വർഷം വരെ ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ കുറച്ചുകൂടെ മുതിർന്നല്ലോ. ഇപ്പോൾ ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും പൂവിട്ട് വന്നപ്പോൾ ഡിസൈൻ വരച്ചതിനേക്കാളും കൂടുതൽ പൂക്കൾ ബാക്കിയായി. അപ്പോൾ പിന്നെ ഡിസൈനിൽ പുറത്തേക്കൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് അവർ ഇന്നത്തെ പൂക്കളം ഉഷാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പൂക്കളം കാണുന്നത് രസമാണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം പൂത്തറ കെട്ടിയിട്ട് ചാണം മെഴുകി അതിൽ പൂവിടുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ അപ്പോൾ അതിന് നിർവാഹമില്ല.